വെടിക്കെട്ടിന്റെ പകിട്ടില്ലാതെ ഇന്ന് തൃശൂർ പൂരം. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് ഒഴിവാക്കി ആഘോഷങ്ങളുടെ പകിട്ട് കുറച്ചെങ്കിലും ദുഃഖമുള്ളിലൊതുക്കി പുരുഷാരം ഇന്ന് പൂരനഗരിയിലേക്ക്. വടക്കുനാഥ ക്ഷേത്രത്തിൽ അരങ്ങേറുന്ന പൂരം വടക്കുനാഥന്റേതല്ല എന്നതുപോലെ തൃശൂർ പൂരം തൃശൂരിൻ്റെതല്ല ലോകത്തിൻ്റെതാണ് എന്നാണ് പൊതുവെ പറയുന്നത്. ഇന്നലെ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരം നട തുറന്ന് ഗജവീരൻ എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിലെ അമ്മയുടെ തിടമ്പുമായി പുറത്തേക്ക് എഴുന്നള്ളിയതോടെ കൊടിയേറിയ ആവേശം ഇന്ന് അതിന്റെ ഉച്ചിയിലെത്തും. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരും 8 ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഭഗവതി ശാസ്താമാരും ഇന്ന് രാവിലെ മുതൽ വടക്കുനാഥനെ വണങ്ങാനെത്തും. ആ വരവുകൾ കാണാനായാണ് പൂരപ്രേമികൾ ഇന്നെത്തുക. മേളം കണ്ടു ആസ്വദിക്കാനായി ആദ്യം അവർ തെക്കേ മഠത്തിന് മുന്നിലെ പന്തലിന് ചുറ്റുമായി സ്ഥലം പിടിക്കും. 11 മണിയോടെ മഠത്തിൽ വരവ് തുടങ്ങും. പഞ്ചവാദ്യം പലത് കേട്ടിട്ടുണ്ടെങ്കിലും മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് ഇത്തിരി മധുരം കൂടുമെന്ന് അത് കേട്ടറിവുള്ളവർ പറയും. പഞ്ചവാദ്യത്തെക്കാൾ ഹരം പിടിക്കാൻ മേളം തന്നെ വേണമെന്നുള്ളവർ പാറമേക്കാവിൽ എത്തിയിരിക്കും. അവിടെ ഇക്കുറി എഴുന്നള്ളിപ്പ് നേരത്തെയാണ്. രാവിലെ 11:30 എഴുന്നള്ളിപ്പ് പുറപ്പെടുമ്പോൾ ചെമ്പടമേളം അകമ്പടിയായി ഉണ്ടാകും. ഉച്ചയ്ക്ക് 2 വടക്കുനാഥ ക്ഷേത്രത്തിനകത്തെ ഇനിത്തറ മേളമായി മാറുന്നത് ഈ മേളമാണ്. വൈകിട്ട് 5:30 തെക്കേ നടയിലാണ് ലോകം കാത്തിരുന്ന കുടമാറ്റം. രാത്രി ഭഗവതി ശാസ്താമാരുടെ പകലത്തെ എഴുന്നള്ളിപ്പുകൾ ആവർത്തിക്കും. വെടിക്കെട്ട് ഒഴിവാക്കിയുള്ള പൂരത്തിൽ ആചാരത്തിന്റെ ഭാഗമായി പുലർച്ചെ വെടിക്കെട്ട് സമയത്ത് ഇരുവിഭാഗത്തിന്റെയും കതിന മുഴങ്ങി. നാളത്തെ പകൽ പൂരം കഴിഞ്ഞ് ഉച്ചയോടെ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലും. അതേസമയം ശക്തൻ തമ്പുരാന്റെ കാലത്ത് കേരളത്തിൽ ആറാട്ടുപുഴ പൂരമായിരുന്നു ഏറെ പ്രശസ്തം. അന്ന് ആറാട്ടുപുഴ പൂരത്തിന് പല ദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നും ഘോഷയാത്രകൾ എത്തുമായിരുന്നു. ലോകത്തെ എല്ലാ ദേവതകളും ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കാൻ എത്തുമെന്നാണ് വിശ്വാസം. 1796 പൂരത്തിന് ശക്തമായ കാറ്റും പേമാരിയും നിമിത്തം പാറമേക്കാവ്, തിരുവമ്പാടി, ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, അയ്യന്തോൾ, ചുരക്കാട്ടുകാവ്, നെയ്തലക്കാവ്, കണിമംഗലം എന്നീ ക്ഷേത്രങ്ങളിലെ സംഘങ്ങൾ ആറാട്ടുപുഴയിൽ എത്താൻ സാധിച്ചില്ല. പൂരത്തിനെത്താതിരുന്നതുകൊണ്ട് ഈ സംഘങ്ങൾക്ക് ഭ്രഷ്ട് കൽപ്പിച്ചെന്ന് പറയപ്പെടുന്നു. അന്ന് ശക്തൻ തമ്പുരാന്റെ ഭരണമായിരുന്നു. സംഭവം അറിഞ്ഞ് കോപിഷ്ഠനായ തമ്പുരാൻ വടക്കുംനാഥനെ ആസ്ഥാനമാക്കി അടുത്ത പൂരം നാളിൽ തൃശൂർ പൂരം ആരംഭിച്ചു. പൂരത്തിന്റെ പ്രധാന പങ്കാളികൾ നഗരത്തിലെ പ്രധാന ക്ഷേത്രങ്ങളായ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രവും തിരുവമ്പാടി ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രവുമാണ്. ലോകത്തിനകത്തും പുറത്തും ഏറ്റവും ജനശ്രദ്ധയെ ആകർഷിക്കുന്ന ഉത്സവങ്ങളിൽ പ്രധാനപ്പെട്ടതും അതിപ്രസിദ്ധവുമാണ് തൃശൂർ പൂരം. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തുടക്കം കുറിച്ച തൃശൂർ പൂരത്തിന് ഏകദേശം 200 വർഷത്തെ ചരിത്ര പാരമ്പര്യമുണ്ട്. പൂരങ്ങളുടെ പൂരം എന്നാണ് വലിയ ഉത്സവമായി തൃശൂർ പൂരം അറിയപ്പെടുന്നത്. പൂരം കാണുവാനായി വിദേശ സഞ്ചാരികൾക്കും ധാരാളം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ തൃശൂരിലെത്താറുണ്ട്. മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് തൃശൂർ പൂരം ആഘോഷിക്കുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.